ഷെയ്ഖ് അബ്ദുൽ റസാഖ് അൽ ബദർ അദ്ദേഹം ഒരിക്കൽ പറഞ്ഞേക്കാണ്, മസ്ജിദ് നബിയിൽ ഒരിക്കൽ ഒരു ചങ്ങാതി അദ്ദേഹം കരഞ്ഞ് പ്രാർത്ഥിക്കുന്നത് കണ്ടപ്പോൾ ഷെയ്ഖ് പറഞ്ഞു, എനിക്ക് അദ്ദേഹത്തെ കണ്ടപ്പോൾ വല്ലാതെ അത്ഭുതം തോന്നി. ഞാൻ അതിൻ്റെ അടുത്തേക്ക് ചെന്നിരുന്നു. അപ്പോൾ ഇയാൾ ദുആ ചെയ്യാം, കരഞ്ഞ് ദുആ ചെയ്യാം. പക്ഷേ അടുത്തേക്ക് നമ്മളെ മനസ്സിലായി പ്രാർത്ഥിക്കുന്ന മുഴുവൻ ഏതോ വലിയൻ്റെ പേര് പറഞ്ഞുകൊണ്ടാണ്, വലിയ കാക്കനൊക്കെ ശരിയാണ്. ഷെയ്ഖ് പറയാം, ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയിട്ട് സംസാരിച്ചു. എന്നിട്ട് അദ്ദേഹത്തിന് ഞാൻ ഖുർആനിലെ ആയത്തുകൾ, പ്രാർത്ഥനയുടെ ആയത്തുകൾ ഷെയ്ഖ് പറയാം 1, 2, 3 കുറേ ആയത്തുകൾ ഓതിക്കൊടുത്തു. പിന്നെ ഹദീസുകൾ ഓതിക്കൊടുത്തു. അദ്ദേഹം ഇതൊക്കെ നിശബ്ദനായി കേട്ടിരിക്കാൻ ഒരു പ്രതികരണവും കാണാതായപ്പോൾ ഷെയ്ഖ് അദ്ദേഹത്തോട് ചോദിച്ചു, മതത്തറ, എന്താണ് എൻ്റെ അഭിപ്രായം? അയാൾ പറഞ്ഞു, അള്ളാഹുവിൻ്റെ ഖുർആനിലെ ആയത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസും ഓതിയിട്ട് നീ എന്നോട് ചോദിക്കണം എൻ്റെ അഭിപ്രായം എന്താ? അദ്ദേഹം പറയാൻ, മനുഷ്യൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഞാൻ ഇന്നുവരെ ഇതൊന്നും കേട്ടിട്ടില്ല, എനിക്കിതൊരാൾ പറഞ്ഞു തന്നിട്ടില്ല. നോക്കൂ, തെളിവ് മതി. മുസ്ലിമീങ്ങളിൽ പലർക്കും അറിയില്ല ഇതാണ് ദീൻ എന്ന് വിചാരിച്ചിട്ട് ഈ കൗമ് ജാറത്തിലും മഖ്ബറയിലും ഇരിക്കുന്നത്. അവരുടെ വിചാരം ഇതാണ് ദീൻ എന്നാണ്. അവരോട് ആളുകൾ പറഞ്ഞു കൊടുത്തിട്ടുള്ള അതാണ്, ഇവിടെ പോയി കഴിഞ്ഞാൽ സ്വർഗത്തിൽ പോകാനാണ്. അവർക്കറിയില്ല. എത്രയോ ഉമ്മമാർ പാവങ്ങൾ ഒരു നിസ്കാരം പോലും മുടക്കിയിട്ടുണ്ടാവില്ല. പക്ഷേ ഈ ആളുകൾ പറഞ്ഞു കൊടുത്ത് കേട്ടിട്ടാണ് ഈ പോകുന്നത്. നമ്മൾ ആരെങ്കിലും ഒരു ആയത്ത് പറഞ്ഞു കൊടുത്താൽ അവർക്ക് മനസ്സിലാവും. പക്ഷെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നില്ല എന്നത് എത്ര വലിയ കുറവാണ്. അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് എത്ര വലിയ അതിക്രമമായിട്ടാണ് ഈ പോകുന്നത്. സഹോദരങ്ങളെ, തൗഹീദ് അറിയാത്തവർക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളത് വലിയ ബാധ്യതയാണ്. നല്ല രൂപത്തിൽ പറഞ്ഞു കൊടുക്കുക, കളിയാക്കരുത്. പലർക്കും അറിയില്ല. നിങ്ങൾ കളിയാക്കി കഴിഞ്ഞാൽ അവർ അകന്നു പോകണം ചെയ്യാം. അവരെ ഒരിക്കലും നരകത്തിലേക്ക് എത്തിക്കുന്നതിന് നമ്മൾ കാരണക്കാരായിക്കൂടാ. നല്ല രൂപത്തിൽ പറഞ്ഞു കൊടുക്കാം. ഖുർആനിലെ ആയത്ത് ഇങ്ങനെയാണ്, അള്ളാഹുവിൻ്റെ റസൂൽ ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത് സല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്ക് റസൂലിനെ ധിക്കരിക്കാൻ പാടുണ്ടോ? അള്ളാഹ് നമ്മൾ ധിക്കരിക്കാൻ പാടുണ്ടോ? അവരോട് പറഞ്ഞു കൊടുക്കുക, നല്ല രൂപത്തിൽ പറഞ്ഞു കൊടുക്കുക.